ആടും കോഴി ഒഴിച്ച് എല്ലാ സാധനങ്ങളും കൊണ്ടാണ് ബോംബെ എന്നുള്ള ഹിന്ദിക്കാരൊക്കെ വന്ന് ആ ഫ്ലൈറ്റിലായിരുന്നു. പിന്നെ ഞാൻ അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയോ ഞാൻ ദമാമിൽ എത്തിപ്പെട്ടു. ഇത്തവണ റിയാദിൽ വന്നപ്പോൾ കോഴിക്കോടുകാരുടെ സ്നേഹം, ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്കിവര് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒക്കെ ഇട്ട് തന്നു. അപ്പോൾ ആ ബിസിനസ് ക്ലാസ്സിൽ ഒറ്റ ഒരാളേ ഉള്ളൂ, ഞാൻ മാത്രം. അപ്പോൾ നടന്നു പോകുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന ബോറടിക്കും, നമ്മളവിടെ എക്കണോമിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താക്കാനാന്ന് പറഞ്ഞാൽ അവന്റെ ഇവിടെ എക്കണോമി പോകേണ്ടി വരുമല്ലോ എന്നുള്ള ആലോചിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വളരെ രാജകീയമായിട്ടുള്ള യാത്ര, ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ക്ലാസ് യാത്ര, തിരിച്ചിറങ്ങി വരുമ്പോ ഫ്ലൈറ്റിൽ നിന്ന് എന്നെ കൂട്ടി കൊണ്ടുവരാൻ മാത്രം ഒരു ബസ്. കാരണം ബിസിനസ് ക്ലാസ് ഒരാളുള്ള, ഫ്ലൈറ്റിൽ അധികം ആളല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഇറങ്ങുന്നു, ബിസിനസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ബസ് വരുന്നു. അതിൽ ആളെ കയറിക്കുമ്പോൾ ഡ്രൈവർ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോ അവൻ വിചാരിച്ചു ഇന്ത്യ എന്നുള്ള ഏതോ രാജകുമാരൻ, കണ്ണൂർ സുൽത്താൻ എന്നൊക്കെ പറയണ പോലെ ആരോ വന്നിരിക്കുന്നു. അവനെ തിരിഞ്ഞു നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു. അവൻ വണ്ടി എടുത്തു. ഞാൻ അങ്ങനെ ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് ഇമിഗ്രേഷനിൽ എത്തിയപ്പോൾ എനിക്ക് വിസ ഇല്ലായിരുന്നു, എനിക്ക് US വിസ ആയിരുന്നു. US വിസ ആയതുകൊണ്ട് അത് ഞാൻ യാത്ര ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ വർഷം എടുത്ത വിസ ആയതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഹജ്ജിന്റെ സമയമാണ്, നിങ്ങളെ കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് കുറേ നേരം ഇംഗ്ലീഷിൽ, എനിക്കറിയാത്ത ഇംഗ്ലീഷിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് എൻ്റെ ഇംഗ്ലീഷും അറിയില്ല, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരെന്തൊക്കെയോ പറഞ്ഞ് കുറേ നേരം എന്നോട് പറഞ്ഞു. അവർക്ക് ഒറ്റ കാര്യം മനസ്സിലായുള്ളൂ, ലുലു. ഇവൻ ലുലുവിൽ എന്തോ ഒരു പരിപാടിക്ക് വന്നവനാണെന്ന് മനസ്സിലായി. അപ്പോഴും അവർ വിചാരിച്ച ലുലുവിൽ എന്തോ സാധനം വാങ്ങിക്കാൻ വന്നവനാണ്.